ഇനി രണ്ട് ചെറിയ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യണം. ഒന്ന് ഡൈവേർജൻസ്, രണ്ടാമത്തെ കേൾ. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിനും അതേപോലെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻസിനും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആദ്യം ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഡെല്ലുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റും എടുക്കുന്നു, ക്രോസ് പ്രൊഡക്റ്റും എടുക്കുന്നു. അപ്പോൾ അതിനാദ്യം നമുക്ക് ഡെൽ എന്തായിരുന്നു എന്നുള്ളത് ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡെൽ എന്നുള്ളത് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽ എഫ് ഫോർ എ സ്കെയിലാർ ഫംഗ്ഷൻ എഫ്, ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു കെ ആണ്. അത് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡെൽ സ്ക്വയർ എഫ്, del square f is equal to dou square f by dou x square plus dou square f by dou y square plus dou square f by dou z square ആണ്. ഡെൽ എന്നുള്ളത് ഒരു ഓപ്പറേറ്ററാണ്. ഡെൽ ഓഫ് എഫ് വരുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ, ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു കെ എന്ന് വരും. ശരി, നമുക്ക് ഡെഫിനിഷനിലോട്ട് നോക്കാം. ആദ്യം ഡിഫൈൻ ചെയ്യുന്നു കേൾ എഫ്, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എഫ്. അപ്പോൾ ക്രോസ് എടുക്കുന്നു, എഫ് വെക്ടറാണ്, ഡെൽ വെക്ടറാണ്, ക്രോസ് പ്രൊഡക്റ്റ് ഇസ് അഗൈൻ എ വെക്ടർ. സോ ഇറ്റ്സ് എ വെക്ടർ ഫീൽഡ് ഡിഫൈൻഡ് ബൈ del cross f is equal to determinant I j k, components ഡെല്ലിൻ്റെ കോമ്പണൻസ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്, ആൻഡ് തേർഡ് റോയിൽ എഫിൻ്റെ കോമ്പണൻസ് എം എൻ പി. ഇതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യുന്നു ഡെൽ ഡോട്ട് എഫ്, അതായത് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ഡോട്ട് എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ്. ഇതായിരിക്കും ഡെൽ ഡോട്ട് എഫ് വരിക. അതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ സ്കെയിലാർ ഫംഗ്ഷൻ. കാരണം ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് സ്കെയിലാർ ആണ് ആൻഡ് വെക്ടർ പ്രൊഡക്റ്റേഴ്സ് വെക്ടർ. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് രണ്ട് അഡീഷണൽ പോയിൻറ്റ്സ് നോക്കൂ. ഇഫ് divergence of a vector field capital F is 0, then we say that F is solenoidal, and if curl F is 0, F is called irrotational. Solenoidal, del dot F 0 ആണെങ്കിൽ solenoidal, del cross F 0 ആണെങ്കിൽ irrotational. അതുപോലെ തന്നെ for a scalar function small f, del f എന്ന് പറയുന്നത് ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. അപ്പോൾ ഡെൽ എഫ് എസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽ ഡോട്ട് ഡെൽ എഫ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഡെൽ വെച്ച് ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ ആണ്. അതിനെ നമ്മൾ ലാപ്ലാസിയൻ ഓഫ് എഫ് എന്ന് വിളിക്കും. So Laplacian of f is del square f. അടുത്തതായി പറയുന്ന റിസൾട്ട് അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു തിയറം ആണ്. പക്ഷെ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ പ്രൂവ് ചെയ്യുന്നുള്ളൂ. റിസൾട്ട് ഇതാണ്: എഫ് ഇസ് ഇറോട്ടേഷണൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇസ് കൺസർവേറ്റീവ്. അതിൽ എഫ് കൺസർവേറ്റീവ് ആവാന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കൺസർവേറ്റീവ് ആവണമെങ്കിൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ 0 ആവണം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ അറൗണ്ട് ക്ലോസ്ഡ് കർവ് എഫ് ഡോട്ട് ഡി ആർ 0 ആവണം. അതും അല്ലെങ്കിൽ ഒരു സ്കെയിലാർ പൊട്ടൻഷ്യൽ വേണം, സേ സ്മോൾ എഫ്, സച്ച് ദാറ്റ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് സ്മോൾ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്തായാലും ആ പാർട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ എഫ് ഇസ് ഇറോട്ടേഷണൽ എന്നുള്ള പോർഷൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സപ്പോസ് ചെയ്യാം എഫ് ഇസ് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ആണെങ്കിൽ then there exists a scalar potential
small f such that del small f is equal to capital F. നമുക്കിവിടെ വേണ്ടത് എഫ് ഇറൊട്ടേഷനിൽ നിന്ന് പ്രൂവ് ചെയ്യാം. ഇറൊട്ടേഷനിൽ ആവുക എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ഏത് വരണം, 0 എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഇസ് ഡെൽ ക്രോസ് ഡെൽ എഫ്, കാരണം ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ സ്മോൾ എഫ് ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്രോസ് പ്രൊഡക്റ്റിലെ ദ ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഡെല്ലിൻ്റെ കോമ്പണൻസ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. Now what is del f? Del f is dou f by dou x into I plus dou f by dou y into j plus dou f by dou z into k ആണ്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റിലും തേർഡ് റോയിൽ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ സെഡ് എന്ന് വരും. ഇനി അത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്താൽ ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ സെഡ്, അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ്, മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ്, മൈനസ് ജെ ഇൻറ്റു ഇതേപോലെ ചെയ്തു പോകുന്ന സമയത്ത് ഓരോ ടേംസ് നമുക്ക് കിട്ടുക ഈ രീതിയിലായിരിക്കും. ലാസ്റ്റ് കെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് വരും. നമുക്കറിയാം സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഈ ഓരോ കോമ്പണൻസിലും ടേംസ് രണ്ടും ഈക്വലാണ്, കാരണം സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 0 എന്ന് കിട്ടണം. ഇത് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് എസ് ഇറൊട്ടേഷണൽ. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ നമുക്ക് കൺസർവേറ്റീവ് ഫീൽഡ് എന്നുള്ളതിന് പല രീതിയിൽ പറയാമെന്നായി. എഫ് എസ് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്, അതായത് വർക്ക് ഡൺ ഇസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഇൻ ദാറ്റ് ഫീൽഡ്. രണ്ട്, ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് കർവ് എഫ് ഡോട്ട് ഡി ആർ ഇസ് 0. നെക്സ്റ്റ്, ദർ ഇസ് എ സ്കെലാർ പൊട്ടൻഷ്യൽ എഫ് സച്ച് ദാറ്റ് del f is equal to the field capital F. പിന്നെ ഇപ്പോൾ പറഞ്ഞ കണ്ടീഷനും കൂടെ എഫ് എസ് ഇറൊട്ടേഷണൽ അല്ലെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അതായത് കമ്പ്യൂട്ട് ദ കേൾ ആൻഡ് ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു say mi plus nj plus pk at the point 1, 2, -1. എളുപ്പം ഡൈവേർജൻസ് ആണ്. അപ്പോൾ ആദ്യം ഡൈവേർജൻസ് തന്നെ നോക്കാം. സോ ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ആണ്. അപ്പോൾ അതിൽ ഐയും ജെയും കെയും ഇല്ല, നിങ്ങളത് കറക്റ്റ് ചെയ്യുക. സോ ഇവിടെ എം എൻ പി വരുന്നത്, സോ ദിസ് ഇസ് എം എൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡോ എം ബൈ ഡോ എക്സ് എന്ന് വരുന്നത് ആകെ വൈ സെഡ് ഉണ്ടാവുള്ളൂ, പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ എന്ന് വരുന്നത് ദാറ്റ് ഈസ് 3x² ആൻഡ് ഡോ പി ബൈ ഡോ സെഡ് ഇസ് 2xz മൈനസ് y². ഇനി നമുക്കിവിടെ വേണ്ടത് അറ്റ് ദ പോയിൻറ്റ് 1, 2, -1 ആണ്. സോ 1, 2, -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1, 2, -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിൽ -2 വരും, രണ്ടാമത്തേൽ 3x² ദാറ്റ് ഇസ് 3 ആൻഡ് മൂന്നാമത്തത് 2xz -2 and -4. ടോട്ടൽ -5 എന്ന് വരും ആൻസർ. ഇനി നമുക്ക് വേണ്ടത് കേൾ എഫ് ആണ്. കേൾ എഫ് ബൈ ഡെഫിനിഷൻ ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ആൻഡ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന എമ്മും എന്നും പിയും തേർഡ് റോയിൽ വരും. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഇൻറ്റു
dou by dou y of xz square minus y square z, that is minus 2y, minus dou by dou z of 3x square y, that is 0, minus j into dou by dou x of xz square minus y square z, that is z square, minus dou by dou z of xyz, that is xy, plus k into dou by dou x of 3x square y, that is 6xy. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ സെഡ്, ദാറ്റ് ഈസ് എക്സ് സെഡ്, ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 2yz ആയി, മൈനസ് ജെ ഇൻറ്റു സെഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ, പ്ലസ് k into 6xy minus xz. നമുക്കിവിടെ വേണ്ടത് അറ്റ് ദ പെർട്ടിക്കുലർ പോയിന്റ് 1, 2, -1 ആണ്. സോ കേൾ എഫ് അറ്റ് ദ പോയിന്റ് 1, 2, -1 ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുക 4i + j + 13k എന്നായിരിക്കും. നോക്കൂ അടുത്ത പ്രോബ്ലം. ഇഫ് ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ, വെറുതെ ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡാണ്. ടെക്സ്റ്റ് ബുക്കിൽ സാധാരണ ബോൾഡായിട്ട് തരികയാണ് ചെയ്യുക ഈ വെക്ടർ ആർ. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു xi + yj + zk. സോ എമ്മും എന്നും പിയും നമുക്കറിയാം. എം ഇസ് എക്സ്, എൻ ഇസ് വൈ ആൻഡ് പി ഇസ് ഈക്വൽ ടു z. ദെൻ പ്രൂവ് ദാറ്റ് ഡൈവേർജൻസും വേണം, കേളും വേണം. Divergence of R is equal to, definition പ്രകാരം, dou m by dou x plus dou n by dou y plus dou p by dou z എന്ന് വരും. സോ ഇവിടെ മൂന്നും കിട്ടുക 1 ആണ്. സോ 1 + 1 + 1, that is 3. ഇനി വേണം കേൾ. സോ കേൾ is equal to del cross f, that is the determinant I, j, k, dou by dou x, dou by dou y, dou by dou z, and x, y, z വരും. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് I into dou z by dou y, that is 0, minus dou y by dou z, that is 0. അപ്പോൾ അത് 0 ആയി. ഇതേപോലെ ഓരോന്നും സീറോസാണ് വരിക. സോ കേൾ എഫ് ഇസ് ഈക്വൽ ടു 0. കേൾ ഓഫ് 0 ആവുന്ന സമയത്ത് ആർ ഇസ് ഇറൊട്ടേഷണൽ എന്നും പറയാം. പ്രോബ്ലം 3, പ്രൂവ് ദാറ്റ് ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് ഇസ് 0. അപ്പോൾ അത് ഏത് വെക്ടർ ഫീൽഡ് എഫ് എടുത്താലും ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് 0 ആണ്. അതായത് ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് കേൾ ഡെൽ ക്രോസ്. അപ്പോൾ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ് ഇസ് 0 ഫോർ എനി വെക്ടർ എഫ്. അപ്പോൾ ഇതൊരു റിസൾട്ടും കൂടിയാണ് ഓർത്ത് വയ്ക്കാവുന്നത്. നമുക്ക് ഇനി പ്രൂഫിലോട്ട് പോവാം. അപ്പോൾ ആദ്യം വേണ്ടത് ഡെൽ ക്രോസ് എഫ് അല്ലെങ്കിൽ കേൾ, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് ദ ഡിറ്റർമിനൻറ്റ് I, j, k, dou by dou x, dou by dou y, and dou by dou z. ആൻഡ് തേർഡ് റോയിൽ എഫിൻ്റെ കോമ്പണൻസാണ്. എഫിന് നമുക്കൊരു mi + nj + pk എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എം എൻ കെ അല്ല, അത് പി ആണ്. സോ ആദ്യം സപ്പോസ് ചെയ്യണം ഇഫ് എഫ് ഇസ് ഈക്വൽ ടു mi + nj + pk. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ I into dou p by dou y minus dou n by dou z minus j into dou p by dou x minus dou m by dou z plus k into dou n by dou x minus dou m by dou y. ഇനി നമുക്ക് വേണ്ടതിലോട്ട് പോവാം. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ഡോട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെൽ ക്രോസ് എഫ്.
ഇനി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ട് ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ അത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ സെഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഡോ സ്ക്വയർ പി ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് വരും. ഡോ സ്ക്വയർ പി ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ എൻ ബൈ ഡോ എക്സ് ഡോ സെഡ് എന്ന് വരും. ഇതേപോലെ രണ്ടാമത്തെ ടേം ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ പി ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ സെഡ് എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ പി ബൈ ഡോ എക്സ് ഡോ വൈ അല്ലെങ്കിൽ ഡോ വൈ ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ എം ബൈ ഡോ വൈ ഡോ സെഡ്. ഇവിടെ ടേമിനൊരു മൈനസ് ഉണ്ട്, അപ്പോൾ ആ മൈനസും കൂടെ കൊടുക്കുന്നു. ഇനി തേർഡ് ടേം ദാറ്റ് ഈസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ദ തേർഡ്. സോ ദാറ്റ് ഈസ് ഡോ സ്ക്വയർ എൻ ബൈ ഡോ സെഡ് ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ എം ബൈ ഡോ സെഡ് ഡോ വൈ. അഗെയിൻ അവിടെ ഡോ സ്ക്വയർ എൻ ആണ് എഴുതിയപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. ടേംസും ക്യാൻസൽ ചെയ്തു പോകും. ഇത് രണ്ടെണ്ണം, അതേപോലെ ഈ രണ്ടെണ്ണം, അതിന് ലാസ്റ്റ് ഡോ സ്ക്വയർ എം ബൈ ഡോ വൈ ഡോ സെഡും ഡോ സ്ക്വയർ എം ബൈ ഡോ സെഡ് ഡോ വൈയും എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 0 എന്ന് കിട്ടും. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം, പക്ഷേ ഇവിടെ വ്യത്യാസം എഫ് ഇസ് എ സ്കെയിലാർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ്. ദെൻ പ്രൂവ് ദാറ്റ് കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0. കേൾ എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് ഐ ആൻഡ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഇസ് ഡെൽ എഫ് ആണ്. ബിക്കോസ് ഡെൽ ഡോട്ട് എഫ് ഒന്നും എടുക്കരുത്, അത് ഡൈവേർജൻ്റ് ആണ്. അതുമല്ല ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ഫംഗ്ഷൻ, അപ്പോൾ ഡോട്ട് എടുക്കാനും പറ്റില്ല. ഡെൽ ക്രോസ് ഡെൽ എഫ് ഇസ് 0. ഇതിൻ്റെ പ്രൂഫ് തൽക്കാലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത കാര്യം, അതായത് ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ, കൺസർവേറ്റീവ് ആകുമ്പോൾ ഒരു സ്കെയിലാർ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ എഫിനെ ഡെൽ എഫ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇറോട്ടേഷണൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്തിരുന്നു. അതായത് ഡെൽ ക്രോസ് ഡെൽ എഫ് 0 എന്നുള്ളത് തന്നെയാണ് അവിടെ വരിക. അപ്പോൾ ഞാനത് നിങ്ങളത് നോക്കിയിട്ട് ഈ പ്രൂഫും കംപ്ലീറ്റ് ചെയ്യുക. അതായത് കൺസർവേറ്റീവ് ഇംപ്ലൈസ് ഇറോട്ടേഷണലിൻ്റെ പ്രൂഫ്. അടുത്ത പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ സോ ദാറ്റ് എഫ് ഇസ് സോളിനോയിഡ്. ഇപ്പോൾ എന്തായിരുന്നു സോളിനോയിഡ്? സോളിനോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ്, അതായത് ഡൈവേർജൻസ് 0 ആണ്. അപ്പോൾ ഇവിടെ ഡൈവേർജൻസ് പറഞ്ഞാൽ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് 0 ആണ്. ഇവിടെ ഏതൊക്കെയാണ് എമ്മും എന്നും പിയും തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡിൻ്റെ അകത്തുനിന്ന് എക്സ് പ്ലസ് 3y ആണ് എം ആൻഡ് വൈ മൈനസ് 2z ആണ് എൻ ആൻഡ് പി ഇസ് എക്സ് പ്ലസ് 2z. സോ വാട്ട് ഇസ് ഡോ എം ബൈ ഡോ എക്സ്, അത് 1 ആണ്. ഡോ എൻ ബൈ ഡോ വൈ അതും 1 ആണ്. ആൻഡ് ഡോ പി ബൈ ഡോ സെഡ് അത് വാല്യൂ വരെ എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എയുടെ വാല്യൂ -2. പ്രോബ്ലം നമ്പർ 6 നോക്കൂ. എഫ് ഇസ് ഈക്വൽ ടു ഒരു വെക്റ്റർ ഫീൽഡാണ്. ഡെൽ ക്രോസ് എഫ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഡെൽ ക്രോസ് എഫ് കാണുന്നു. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് ആൻഡ് എഫിൻ്റെ കോമ്പണൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 z square minus of x square plus y square. ഇനി അത് എക്സ്പാൻഡ് ചെയ്യാം. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് -2x മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് z സ്ക്വയർ ദാറ്റ് ഈസ് -2z വരും ഇവിടെ. മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് -2x മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 is 0. അപ്പോൾ അതവിടെ ഇല്ല.
പ്ലസ് കെ ഇൻറ്റു 0 മൈനസ് 2y എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ -2y മൈനസ് 2z ഇൻറ്റു y പ്ലസ് 2xj മൈനസ് 2yk. ഇനി ഇവിടെ നമുക്ക് വേണ്ട ഡെൽ ക്രോസ് എഫ് ആണ്. അപ്പോൾ ഒന്നും കൂടെ അതിനെ എന്തെടുത്താൽ മതി, ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. സോ ഡിറ്റർമിനൻറ്റ് ijk ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. ഇപ്പോൾ കിട്ടിയതിൻ്റെ കോമ്പണൻസ് ദാറ്റ് ഈസ് -2y മൈനസ് 2z 2x മൈനസ് 2y. ഇനി അത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്നത് ഇങ്ങനെയാണ്: -2y മൈനസ് 2j പ്ലസ് 4k. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകൾ, അതായത് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസിലായിട്ട് കിട്ടിയിരിക്കുന്നു, ഒന്നും കൂടെ നോക്കാം. അപ്പോൾ അതിലൊന്ന് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ്, അത് ഏത് എഫ് ആയാലും 0 ആണ്. നേരെ തിരിച്ച് ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ഡെൽ എഫ്, ആ എഫ് സ്കെലാർ ഫംഗ്ഷനാണ്, 0 ആണ്. ഡെൽ ക്രോസ് എഫ് തൊട്ട് മുന്നേ ചെയ്തു, ആദ്യം ഡെൽ ക്രോസ് എഫ് കാണുന്നു, പിന്നെ അതിന് വീണ്ടും ഡെൽ വെച്ച് ക്രോസ് എടുക്കുന്നു. ദെൻ ഡെൽ ഡോട്ട് എഗെയിൻ അവിടെ പ്രശ്നമുണ്ട്. ഡെൽ ഡോട്ട് എടുത്ത് കഴിഞ്ഞാൽ സ്കെലാർ ആയിപ്പോൾ. അപ്പോൾ അതിന് പകരം വെക്ടർ കിട്ടാൻ ഡെൽ എഫ് എടുക്കുന്നു. ഡെൽ സ്ക്വയർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ കാണാം. അപ്പോൾ ഇതിൽ ഡെൽ ഡോട്ട് ഡെൽ എഫ് കിട്ടുന്ന ഒരു സ്കെയിലാർ ആയിരിക്കും. അതേസമയം ഡെൽ ക്രോസ് എഫ് വെക്ടർ ആയിരിക്കും. പ്രോബ്ലം 7 ഷോ ദാറ്റ് എഫ് ഇസ് ഇറോട്ടേഷണൽ. അപ്പോൾ അത് കാര്യമായിട്ട് പണിയില്ല, നമ്മൾ ഇത്രയും നേരം ചെയ്തത് തന്നെയാണ്. എഫ് ഇസ് ഈക്വൽ ടു തന്നിട്ടുമുണ്ട്. ഡെൽ ക്രോസ് എഫ് 0 എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ എം എൻ പി അറിയാം. So del cross f is equal to the determinant ijk dou by dou x dou by dou y dou by dou z m n and p. Expand ചെയ്യാം. I ഇൻറ്റു 2y മൈനസ് 2y എന്ന് വരും. അതേപോലെ മൈനസ് ജെ ഇൻറ്റു 0 മൈനസ് 0 ആണ് വരുന്നത്. പ്ലസ് കെ ഇൻറ്റു 2x മൈനസ് 2x. സോ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 0 എന്ന് വരും. ഫോർ എഫ് എസ് ഇറോട്ടേഷണൽ. ഇനി നമുക്ക് വേണ്ടത് സ്കെലാർ പൊട്ടൻഷ്യൽ കാണാം. അപ്പോൾ അതിന് എഫ് ഇറോട്ടേഷണൽ എന്ന് പ്രൂവ് ചെയ്ത് എഫ് ഇറോട്ടേഷണൽ ആണെങ്കിൽ അത് തീർച്ചയായും കൺസർവേറ്റീവ് ആവും. കൺസർവേറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം ദർ ഇസ് എ സ്കെലാർ പൊട്ടൻഷ്യൽ എഫ് സ്മോൾ എഫ് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി എഫ് തന്നിട്ടുണ്ട്. സോ എഫ് 2xy plus x square plus 2xz into j plus y square plus 1k, that is equal to del f, that is dou f by dou x into y plus dou f by dou y into j plus dou f by dou z into k. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. വൺ ഇസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 2xy. രണ്ടാമത്തെ ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2yz. And the third one, dou f by dou z is equal to y square plus 1. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എഫ് കാണും. സ്കെലാർ പൊട്ടൻഷ്യൽ കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ഇവിടെ ഫൈനൽ ആൻസർ കിട്ടുക ഇതായിരിക്കും.
f is equal to x square y plus y square z plus z plus a constant. അടുത്ത പ്രോബ്ലം നോക്കൂ. If r is equal to xi plus yj plus zk, so that is a vector function, prove that. പക്ഷേ ഇവിടെ സ്മോൾ ആറും പറയുന്നുണ്ട്. സ്മോൾ ആർ ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ആർ. അങ്ങനെ വരുമ്പോൾ ആർ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ ഇതുവരെ ചെയ്തുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആദ്യം നമുക്ക് ഉണ്ട് ആർ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. That means r is a scalar function which depends on 3 variables x, y, z. അങ്ങനെ ആകുമ്പോൾ ഞാൻ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എനിക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടുക ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്സ് 2r ഡോ ആർ ബൈ ഡോ എക്സ്. റൈറ്റ് സൈഡിൽ 2x വരും. സോ ഡോ ആർ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ആർ. അതിൻ്റെ അർത്ഥം ഡോ ആർ ബൈ ഡോ വൈ ഇസ് വൈ ബൈ ആർ ആൻഡ് ഡോ ആർ ബൈ ഡോ സെഡ് ഇസ് സെഡ് ബൈ ആർ. അപ്പോൾ ഇത് നമുക്ക് ഇനി പല സ്ഥലത്തും ഉപയോഗിക്കാൻ വേണം. ഇനി നമുക്ക് വേണ്ടത് ഡൈവേർജൻസ് ഓഫ് ആർ റേസ് ടു എൻ ഇൻറ്റു വെക്ടർ ആർ ആണ്. അതായത് ഫസ്റ്റ് പാർട്ട്. അതിലാദ്യം ആർ റേസ് ടു എൻ ഇൻറ്റു വെക്ടർ ആർ എന്താണെന്നുള്ളത് നോക്കാം. ആർ റേസ് ടു എൻ ഇൻറ്റു വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ആർ റേസ് ടു എൻ സ്കെയിലാർ ആണ്. ആർ ഇസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആർ റേസ് ടു എൻ എക്സ് ഐ പ്ലസ് ആർ റേസ് ടു എൻ വൈ ജെ പ്ലസ് ആർ റേസ് ടു എൻ സെഡ് കെ എന്ന് വരും. ഇനി ഡൈവേർജൻസ് ഓഫ് ആർ റേസ് ടു എൻ വെക്ടർ ആർ ഇസ് ഡെൽ ഡോട്ട് ആർ റേസ് ടു എൻ വെക്ടർ ആർ വരും. അപ്പോൾ ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ റേസ് ടു എൻ ഇൻറ്റു എക്സ്. കാരണം ആർ റേസ് ടു എൻ ഇൻറ്റു വെക്ടർ ആറിൻ്റെ കോമ്പണൻസ് നോക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കാം. അത് തന്നെ ആയിരിക്കണം. അതേപോലെ സിമിലർലി നമുക്ക് ബാക്കിയുള്ളത് എഴുതാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ റേസ് ടു എൻ ഇൻറ്റു എക്സ് നോക്കാം. അത് രണ്ടും സ്കെയിലാറാണ്. ആർ റേസ് ടു എന്നിലും എക്സ് ഉണ്ട്, പിന്നെ എക്സും. അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ആർ റേസ് ടു എൻ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡോ ആർ റേസ് ടു എൻ ബൈ ഡോ എക്സ് എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ റേസ് ടു എൻ ഡോ എക്സ് ബൈ ഡോ എക്സ് 1i പ്ലസ് എക്സ് ഇൻറ്റു ആർ റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക എൻ ആർ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് ആണ്. ഇനി ഈ ഡോ ആർ ബൈ ഡോ എക്സ് നമുക്ക് നേരത്തെ അറിയാം, നേരത്തെ എഴുതി വെച്ചിരുന്നു. ദാറ്റ് ഈസ് എക്സ് ബൈ ആർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ റേസ് ടു എൻ പ്ലസ് എൻ ആർ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എക്സ് ബൈ ആർ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാറും കൂടെ കട്ട് ചെയ്ത് പോവും. ആർ റേസ് ടു എൻ പ്ലസ് എൻ ആർ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് എഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മാറിയിട്ട് വൈ സ്ക്വയർ വരും, പിന്നെ സെഡ് സ്ക്വയർ വരും. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട ഡൈവേർജൻസ് ഓഫ് ആർ റേസ് ടു എൻ ഇൻറ്റു വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ റേസ് ടു എൻ പ്ലസ് എൻ ആർ റേസ് ടു എൻ മൈനസ് 2 എക്സ് സ്ക്വയർ പ്ലസ് അതേപോലെ എക്സ് സ്ക്വയർ മാറിയിട്ട് വൈ സ്ക്വയർ വരും. ആർ റേസ് ടു എൻ പ്ലസ് എൻ ആർ റേസ് ടു എൻ മൈനസ് 2 വൈ സ്ക്വയർ പ്ലസ് ആർ റേസ് ടു എൻ പ്ലസ് എൻ ആർ റേസ് ടു എൻ മൈനസ് 2 സെഡ് സ്ക്വയർ. അപ്പോൾ ഇതിലെല്ലാ ടേമിലും ആർ റേസ് ടു എൻ ഉണ്ട്. സോ 3 ആർ റേസ് ടു എൻ വരും. പിന്നെ ബാക്കിയുള്ള 3 ടേമിലും എൻ ആർ റേസ് ടു എൻ മൈനസ് 2 ഉണ്ട്. അപ്പോൾ അത് രണ്ടെണ്ണത്തിൽ എഴുതി തെറ്റിപ്പോയിട്ടുണ്ട്, കറക്റ്റ് ചെയ്യുക. ബാക്കി വരുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറാണ്. ദാറ്റ് ഈസ് ആർ സ്ക്വയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 ആർ റേസ് ടു എൻ പ്ലസ് മറ്റതും 3 ആർ റേസ് ടു എൻ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 3 ഇൻറ്റു ആർ റേസ് ടു എൻ. ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ടിരുന്നത്. നോക്കാം നമുക്ക് സെക്കൻഡ് പാർട്ട്.
സെക്കൻഡ് പാർട്ടിൽ വേണ്ടത് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് ആർ റേസ് ടു എൻ ആണ്. ഡൈവേർജൻസ് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ആയി. സോ ഡെൽ ഡോട്ട് ഡെൽ ആർ റേസ് ടു എൻ, അതായത് ഡെൽ സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ. ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് സിമിലർലി ബാക്കിയുള്ള രണ്ടും അസ്യൂം ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കാം ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ. അതിനാദ്യം ഡോ ആർ ബൈ ഡോ എക്സ് ഓഫ് ആർ റേസ് ടു എൻ കാണുന്നു, എന്നിട്ടല്ലേ സെക്കൻഡ് ഓർഡറിലോട്ട് പോവുള്ളൂ. സോ ആറിൻ്റെ അകത്ത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡും ഉണ്ട്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ partially with respect to x, n r raised to n minus 1 into ആറിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് ഡോ ആർ ബൈ ഡോ എക്സ്. ഡോ ആർ ബൈ ഡോ എക്സ് നമുക്കറിയാം എക്സ് ബൈ ആർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരാറും കൂടെ കട്ട് ചെയ്തിട്ട് എൻ ആർ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി നമ്മൾ ഡോ സ്ക്വയർ, അതായത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിലോട്ട് പോകുന്നു. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിന് ഒന്നും കൂടെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ n കോൺസ്റ്റൻ്റാണ്, പക്ഷേ ആറിൻ്റെ അകത്തും എക്സ് ഉണ്ട്, പിന്നെ ഒരു എക്സും ഉണ്ട്. സോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് n ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ്. സോ എൻ മൈനസ് 2 ആർ റേസ് ടു എൻ മൈനസ് 3 ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ എക്സ് 1 ആയതുകൊണ്ട് ആദ്യത്തെ ടേം എൻ ആർ റേസ് ടു എൻ മൈനസ് 2 വരുള്ളൂ പ്ലസ് എൻ മൈനസ് 2 ഇൻറ്റു അവിടെയുള്ള ഡോ ആർ ബൈ ഡോ എക്സ് എഗെയിൻ എക്സ് ബൈ ആർ ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഒരാറും കൂടെ കട്ട് ചെയ്തു. സോ ആർ റേസ് ടു എൻ മൈനസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഡോ സ്ക്വയർ ആർ റേസ് ടു എൻ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതേപോലെ ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ വേണം, അതേപോലെ സെഡ് സ്ക്വയറിൻ്റെ വേണം, ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ഓഫ് ആർ റേസ് ടു എൻ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടത് ഇസ് ഈക്വൽ ടു എൻ ആർ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എൻ മൈനസ് 2 ആർ റേസ് ടു എൻ മൈനസ് 4 എക്സ് സ്ക്വയർ പ്ലസ് ഇതുപോലെ എൻ ആർ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എൻ മൈനസ് 2 ആർ റേസ് ടു എൻ മൈനസ് 4 ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് എൻ ആർ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എൻ മൈനസ് 2 ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 4 സെഡ് സ്ക്വയർ വരും. അപ്പോൾ ഇതിലെല്ലാം കൂടി മൂന്നെണ്ണത്തിലും ഉണ്ട് എൻ ആർ റേസ് ടു എൻ മൈനസ് 2, സോ 3 ടൈംസ് പ്ലസ് ബാക്കിയുള്ളതിൽ എൻ മൈനസ് 2 ആർ റേസ് ടു എൻ മൈനസ് 4 കോമൺ ആണ്. ബാക്കി വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഉണ്ടാവുക. ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ആർ സ്ക്വയർ. അപ്പം അങ്ങനെ വരുമ്പോൾ 3n ആർ റേസ് ടു എൻ മൈനസ് 2 ആദ്യത്തെ ടൈമിൽ പ്ലസ് എൻ മൈനസ് 2 ആർ റേസ് ടു എൻ മൈനസ് 2 എന്നേ വരുള്ളൂ. അപ്പോൾ രണ്ടിലും ആർ റേസ് ടു എൻ മൈനസ് 2 ഉണ്ട്, കോമൺ ആയിട്ട് എടുത്താൽ 3n പ്ലസ് നമ്മളിവിടെ ചെയ്തു വന്നതിൽ ഇടയ്ക്ക് എവിടെയോ വെച്ചൊരു n മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ ആ എന്നും കൂടി ആഡ് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ വരാവുന്നത് 3n പ്ലസ് n ഇൻറ്റു എൻ മൈനസ് 2 എന്നാണ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൻ സ്ക്വയർ വരും, എൻ സ്ക്വയർ മൈനസ് 2n ആ രണ്ടാമത്തെ ടേം വരിക. അതിൻ്റെ അർത്ഥം എൻ സ്ക്വയർ പ്ലസ് n എന്നായിരിക്കും വരിക. സോ ദാറ്റ് ഇസ് ആർ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു n ഇൻറ്റു എൻ പ്ലസ് 1 എന്ന് വന്നു. സോ ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഇനി ഞാൻ 1-2 റിസൾട്ടുകൾ കൂടി പറയുകയാണ്. അപ്പോൾ അത് ഇതാണ് ഡെൽ ഡോട്ട് ഫൈ എഫ്. ഫൈ ഒരു സ്കെലാർ ഫംഗ്ഷനാണ്, എഫ് ഒരു വെക്ടറാണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയും. നമ്മളതിന് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫൈ ഇൻറ്റു ഡെൽ
ഡോട്ട് എഫ് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഫൈ സ്കെയിലാറാണ്, ഓർക്കണം. ഡെൽ ഡോട്ട് എഫും സ്കെയിലാറാണ്. പ്ലസ് ഡെൽ ഫൈ ഡോട്ട് എഫ്. ഈ ഡെൽ ഫൈ എന്ന് പറയുന്നത് സ്കെയിലാർ അല്ല, വെക്ടറാണ്. സോ വെക്ടർ ഡോട്ട് എഫ്. അപ്പോൾ ഫൈൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഡെൽ ഫൈ വരിക. വെക്ടർ ഫംഗ്ഷനായ എഫിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഡോട്ട് വരും. സോ ഡെൽ ഡോട്ട് എഫ്. ഇതേപോലെ തന്നെ ഡെൽ ക്രോസ് ഫൈ എഫ് ഇസ് ഈക്വൽ ടു, ഇതുപോലെ പറഞ്ഞാൽ ഫൈ ഇൻറ്റു ഡെൽ ക്രോസ് എഫ് പ്ലസ് ഡെൽ ഫൈ ക്രോസ് എഫ്. ഡെൽ ഫൈ വെക്ടറാണ്, വിത്ത് എഫ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നു. ഇത് പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ആ ഫസ്റ്റ് പാർട്ട്, ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യാണ്. നമുക്കവിടെ വേണ്ടിയിരുന്നത് ഡെൽ ഡോട്ട് ആർ റേസ് ടു എൻ ഇൻറ്റു വെക്ടർ ആർ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഫൈ ആയിട്ട് ആർ റേസ് ടു എന്നും എടുക്കാം, എഫ് ആയിട്ട് വെക്ടർ ആറും എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടും ഫൈ ഇൻറ്റു, അതായത് ആർ റേസ് ടു എൻ ഇൻറ്റു ഡെൽ ഡോട്ട് ആർ പ്ലസ് ഡെൽ ഫൈ അല്ലെങ്കിൽ ഡെൽ ആർ റേസ് ടു എൻ ഡോട്ട് വെക്ടർ ആർ. ഇങ്ങനെ കിട്ടും. ഇനി അതിൽ വേണ്ട രണ്ട് കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് നമുക്ക് എഴുതാം. ഡെൽ ഡോട്ട് ആർ, ഡെൽ ഡോട്ട് ആർ എന്ന് പറഞ്ഞാൽ ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ സെഡ്. അത് 3 ആണ്, നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഡെൽ ആർ റേസ് ടു എൻ, ഡെൽ ആർ റേസ് ടു എൻ എന്നുള്ളത് വേണമെങ്കിൽ ഡയറക്റ്റ് എൻ ആർ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡെൽ ആർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ റേസ് ടു എൻ ഇൻറ്റു വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ആർ റേസ് ടു എൻ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ആർ റേസ് ടു എൻ ഇൻറ്റു കെ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n r raised to n minus 1 into dou r by dou x plus into y plus dou r by dou y into j plus dou r by dou z into k എന്ന് വരും. dou r by dou x x by r ആണ്. സോ n r raised to n minus 1 into xi plus yj plus zk divided by r വന്നു. ആ r ആദ്യത്തെ കൂടെ എടുത്തു കഴിഞ്ഞാൽ n minus 1 ഉള്ളത് n minus 2 ആവും. ഇനിയിപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ടതിൽ എഴുതിയാൽ ആർ റേസ് ടു എൻ ഇൻറ്റു ഡെൽ ഡോട്ട് ആർ 3 ആയി. സോ 3 ആർ റേസ് ടു എൻ പ്ലസ് ഇപ്പോൾ കിട്ടിയ എൻ ആർ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഡോട്ട് വെക്ടർ ആർ ഉണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണം കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും കിട്ടുക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അവിടെ വരും. So 3 r raised to n plus n r raised to n minus 2 into x square plus y square plus z square is r square. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് രണ്ടിലും r raised to n വരും. സോ r raised to n into n plus 3. ഇത് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏതാണോ കംഫർട്ടബിൾ അത് ഉപയോഗിച്ച് ചെയ്യാം. അസൈൻമെൻറ്റിൽ അധികം ക്വസ്റ്റ്യൻസ് തരുന്നില്ല. ആകെ നമ്മൾ ഡിസ്കസ് ചെയ്ത സോളിനോയിഡൽ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് 0 വരണം, ഡൈവേർജൻസ് 0 വരണം, ഇറൊട്ടേഷണൽ കേൾ 0 വരണം. ഇറൊട്ടേഷണൽ ആകുമ്പോൾ സ്കെലാർ പൊട്ടൻഷ്യൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ സ്കെലാർ പൊട്ടൻഷ്യൽ കാണാനുള്ളത്, പിന്നെ ചില റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാൻ.